ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബട്ടർ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറി അല്ലെങ്കിൽ പുളിയിഞ്ചി എന്നൊക്കെ അറിയപ്പെടുന്ന സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പോൾ ഇത് നമുക്ക് ഓണത്തിനൊക്കെ സ്പെഷ്യലായിട്ട് നമ്മൾ മിക്കവാറും തന്നെ വിളമ്പാറുള്ള ഒരു വിഭവം കൂടിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചി നന്നായിട്ട് കഴുകിയെടുത്ത് വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. അതിനുശേഷം നല്ലെണ്ണയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ നമ്മൾ നല്ല ബ്രൗൺ കളർ ആവുന്നിടം വരെ അത് മൂപ്പിച്ചെടുക്കണം. ഇതിന് വേണ്ട ചേരുവ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പുളി തുടങ്ങിയവയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നന്നായിട്ട് ഇത് ബ്രൗണിഷ് കളറായിട്ടുള്ള ഇഞ്ചി അതിൻ്റെ ആ ചൂടൊക്കെ മാറാനായിട്ട് മാറ്റി വെക്കണം. ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ചുമന്നുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ വഴറ്റിയെടുക്കും. അതും നല്ല ബ്രൗണിഷ് കളറാവുന്നിടം വരെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല ബ്രൗണിഷ് കളറായ ശേഷം ഈ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ നമ്മൾ മാറ്റി വയ്ക്കണം. അത് ചൂടാറാൻ വേണ്ടിയിട്ടാണ്. ശേഷം നമുക്ക് മിച്ചമുള്ള അതേ എണ്ണയിലേക്ക് തന്നെ ഉലുവയും കടുകും കൂടെ പൊട്ടിച്ചെടുക്കണം. അത് നന്നായിട്ട് പൊട്ടി വരുമ്പം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഈ പച്ചമുളക് കുറച്ച് നേരം നന്നായിട്ട് കിടന്നൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് വേണം അതിലേക്ക് നമ്മൾ കറിവേപ്പില തണ്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അത് ഇതിൻ്റെ സ്വാദ് ഒരുപാട് കൂട്ടിയെടുക്കും. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ ഇഞ്ചിയും അതുപോലെ തന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കണം. ഇത് അരച്ചിട്ടുള്ള പേസ്റ്റ് നമ്മൾ ഈ പച്ചമുളകിൻ്റെ ഒക്കെ കൂടത്തിലേക്ക് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കണം. നല്ല മണമായിരിക്കും. അത് നല്ല വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കണം. നമുക്ക് മുളക് പൊടി അല്ലെങ്കിൽ നമുക്ക് അച്ചാർ പൊടി, നമുക്ക് ഓപ്ഷണലാണ്, നമുക്കിഷ്ടമുള്ളത്. അപ്പോൾ ആവശ്യത്തിന് നമ്മുടെ എരിവ് അനുസരിച്ചിട്ട് നമ്മളതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം വളരെ നന്നായിട്ട് നമ്മളത് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ നന്നായിട്ട് ഇളക്കി യോജിച്ചതിന് ശേഷം നമ്മൾ പുളി നന്നായിട്ട് കഴുകി എടുത്തിട്ട് അത് ഇങ്ങനെ അരച്ചെടുക്കണം. നമ്മൾ തേങ്ങയുടെയൊക്കെ ഒന്നാം പാൽ പിഴിയില്ലേ അന്ന് പറഞ്ഞതുപോലെ അത് നന്നായിട്ട് യോജിച്ച് നന്നായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ബാക്കി നല്ല ലൂസായിട്ടുള്ള പുളിവെള്ളം ഇതിലേക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് പുളി നല്ല ഈ കാണുന്ന കൺസിസ്റ്റൻസിയിലേക്ക് നല്ല വെള്ളം പോലെ പുളി പിഴിഞ്ഞ് വെക്കാം. കണ്ടോ, ഏകദേശം ഇതുപോലെയൊക്കെ ആയിത്തീരും. നല്ല ലൂസായിട്ടാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം നമ്മുടെ ഫ്ലെയിം ഇച്ചിരി കുറച്ച് വയ്ക്കുക. അപ്പോൾ അതത് കുറുകി വരും. അങ്ങനെ കുറുകി നല്ല ഇതുപോലെ ഏകദേശം ഒരു നല്ല കൺസിസ്റ്റൻസി ആകുമ്പോൾ അതിലേക്ക് ശർക്കര നമ്മൾ പിഴിഞ്ഞൊഴിക്കണം. ശർക്കര പാനി ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മധുരം എത്രമാത്രം വേണോ അതനുസരിച്ചിട്ട് ചേർക്കാം. ശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കി വെക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നല്ല കുറുകിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ഇഞ്ചിക്കറി കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഇഞ്ചിക്കറി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഇതിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.